ജോസ് കെ മാണി വിഭാഗം എങ്ങോട്ടേക്കെന്നൊരു ചോദ്യം നിരവധി തവണ നമ്മൾ അതിനെപ്പറ്റി പറയുകയും ഒരു അവലോകനം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം കോൺഗ്രസിലേക്ക് മാണി വിഭാഗം തിരിയുമോ, അതോ LDFിൽ തന്നെ നിൽക്കുമോ, അതോ BJPയിലേക്ക് കിടക്കുമോ എന്നൊക്കെ പല ആവർത്തി പല മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ മാണി തറുതട്ടി തന്നെ നിൽക്കുകയാണ്, LDFിൽ നിന്ന് മാറില്ല എന്നുള്ളത്. പക്ഷേ വല്ലാണ്ട് LDFിനെ സമ്മർദ്ദത്തിൽ ആക്കുകയാണോ? ജോസ് കെ മാണി ഇപ്പോൾ എന്തായാലും പുതിയൊരു നീക്കം നടത്തുകയാണ്. ജോസ് കെ മാണിയിൽ നിന്ന് പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും പുറത്തു വരും. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, കേരള കോൺഗ്രസ് എന്ന സുന്ദരിയെ ചുറ്റിപ്പറ്റി പലരും ഇങ്ങനെ നടക്കുന്നുണ്ട്. ശരിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. ജോസ് കെ മാണിയെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് UDF ശ്രമിക്കുകയാണ് കുറേ നാളായിട്ട്. LDF 2021 അങ്ങോട്ട് കൊണ്ടുപോയതാണ്. ജോസ് കെ മാണി വിഭാഗത്തിനകത്ത് ഈ LDFിനകത്ത് ഒരു അതിർത്തിയിൽ നിൽക്കുകയാണ്. പക്ഷേ ജോസ് കെ മാണി ഇപ്പോൾ പോകുമോ എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണമായും പറയാറായിട്ടില്ല. അതിനൊരല്പസമയം കൂടി വേണം. എന്തായാലും ഞാനൊരു കാര്യം പറയാം. ജോസ് കെ മാണിക്ക് 2026 നിയമസഭയിലെത്തണം, മന്ത്രിയാകണം. അത് LDFിലാണെങ്കിൽ LDFിൻ്റെ കൂടെ, UDFിലാണെങ്കിൽ UDFിൻ്റെ കൂടെ. അതിനുള്ള സാഹചര്യം നോക്കും. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഏത് തരത്തിലാണെന്ന് നോക്കും. അനുകൂലമായി മാറുന്നത് UDFിന് അനുകൂലമാണോ LDFിന് അനുകൂലമാണോ എന്നുള്ളത് പഠിച്ചെടുക്കാനായിട്ട് അല്പസമയം കൂടെ വേണം. ഇനി 7-8 മാസം ബാക്കി നിൽക്കുക. ഇതിനിടയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട്. 2021 ജോസ് കെ മാണി വിചാരിച്ചത് പാലയിൽ നിന്ന് ജയിച്ചു കയറാമെന്നാണ്. പാലയിൽ നിന്ന് എന്നേക്കുമായി കെട്ടുകെട്ടിച്ചു. എന്തു പറ്റി? പാലയിലെ ജോസ് കെ മാണി തോറ്റു. ബ്രാക്കറ്റിൽ പറയാം, തോൽപ്പിച്ചത് ആരാണെന്ന് കേരള രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് നന്നായിട്ടറിയാം. CPMൽ പോയാൽ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യും എന്നറിയാം ജോസ് കെ മാണി. ജോസ് കെ മാണിയുടെ ബാർഗെയിനിങ്ങിൻ്റെ വേറൊരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിന് പിന്നിൽ ബിഷപ്പുമാരും ഒക്കെ ഉണ്ട്. പള്ളിക്കാരും പട്ടക്കാരും പറയുന്നത് പോലെ ജോസ് കെ മാണിയും കേരള കോൺഗ്രസും കേൾക്കുകയുള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ഇത് വന്നത് ഈ പറഞ്ഞ മലയോര കർഷകരുടെ, അതായത് ഇപ്പോൾ അടുത്ത സഭയിൽ അവതരിപ്പിക്കാൻ ഇരിക്കുകയാണ്. പക്ഷേ എന്നാലും മലയോര കർഷകർക്ക് ഇടയിൽ ഒരു CPM വിരുദ്ധത ഉണ്ട്. മാത്രമല്ല അവർക്ക് വേണ്ടി അതൊന്നും ചെയ്തില്ല എന്നുള്ള നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. അപ്പം മാത്രമല്ല വനപ്രദേശം വന്യജീവി ആക്രമണം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പാലാ കോട്ടയം ഏരിയകളിലൊക്കെ നമുക്കറിയാം നന്നായിട്ട് പ്രതിഷേധങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാണി വിഭാഗത്തിന് ഈ സഭകളിൽ നിന്നും ബിഷപ്പുമാരിൽ നിന്നുമൊക്കെ കുറച്ച് സമ്മർദ്ദം, അതായത് LDFിൽ നിൽക്കുന്നത് ഒരു കുറച്ച് സമ്മർദ്ദം നേരിടുന്നുണ്ടോ എന്നൊരു സംശയം. അതായത് പ്രധാനമായിട്ടും ഈ കേരള കോൺഗ്രസ് തന്നെ വന്നത് കർഷകർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. കാർഷിക ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അവരെപ്പോഴും പാർലമെൻറ്റിലും നിയമസഭയിലും ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവർ പ്രധാനമായിട്ട് ജോസ് കെ മാണി ഉന്നയിച്ചത് വനം, വന്യജീവി, തെരുവ് നായ് ശല്യം, ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് നിയമസഭ വിളിച്ചു കൂട്ടണം. നിയമസഭ വിളിച്ചു കൂട്ടണമെന്ന് ജോസ് കെ മാണി പറയുമ്പോൾ മുഖ്യമന്ത്രി ഇവിടെ ഇല്ല. മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ്. ആ സമയം ഇത് പറഞ്ഞ് പാർട്ടിയെ ഒന്ന് സമ്മർദ്ദത്തിലാക്കുകയാണ്. ഇത് ജോസ് കെ മാണിയുടെ തന്ത്രമാണ്. ഇത് വിഷയമുള്ള ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഈ വിഷയം യഥാർത്ഥത്തിൽ നിലമ്പൂർ ഉന്നയിച്ചത് ആര് മാത്രമായിരുന്നു? PV അൻവർ മാത്രമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 20,000 വോട്ട് കിട്ടിയത്. അൻവർ അത് കൃത്യമായി ഉന്നയിച്ചു. ബാക്കിയുള്ളവർക്കെല്ലാം അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലും ഹമാസും ട്രംപും ഒക്കെ ആയിരുന്നു. ഇപ്പം നോക്കിക്കോ, ഇവിടെ ജോസ് കെ മാണിക്ക് പാലയിലുള്ള വിജയസാധ്യത മങ്ങലേറ്റിരിക്കുകയാണ്. ജോസ് കെ മാണിക്ക് നന്നായിട്ടറിയാം. അത് അവർ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ കടുത്തുരുത്തി നോട്ടമിടുന്നത്. കടുത്തുരുത്തി കടിച്ചെടുത്ത് ഇരുത്തിയ എന്നാണ് ആ സ്ഥലത്തിൻ്റെ സ്ഥലനാമ കോശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പം കടുത്തുരുത്തിയിലെ ജോസ് കെ മാണി പഞ്ചായത്തുകൾ തോറുമുള്ള പാർട്ടി ക്യാമ്പയിനുകളൊക്കെ സജീവമാക്കിയിരിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ, തദ്ദേശ തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിടാൻ വേണ്ടി സുസജ്ജമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ? മോൻസ് ജോസഫാണ് അവിടെ മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ്സുകാർ തമ്മിൽ നേരിട്ടുള്ള പോരാട്ടം നടന്നിട്ടുള്ള മണ്ഡലമാണ്. മോൻസ് ജോസഫ് അവിടുന്ന് മാറിക്കൊടുക്കത്തൊന്നുമില്ല. മോൻസ് UDFിലോട്ട് വന്നാൽ പോലും. അപ്പോൾ CPMൽ നിന്നുകൊണ്ടാണെങ്കിൽ മോൻസും ജോസ് കെ മാണിയും കൊണ്ടുള്ള പോരാട്ടം നടക്കും.
ഇനിയും പാലയിൽ ജയിക്കില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം അവിടെ മാണി സി കാപ്പൻ വിട്ടുകൊടുക്കത്തില്ല. കാപ്പൻ അവിടെ 2021 ജയിച്ചിരിക്കുകയാണ്, മുമ്പും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാണ്. അപ്പോൾ എന്തായാലും ഈ ജോസ് കെ മാണിക്ക് ഇനി ഒരു ഇടം കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. UDF നേരത്തെ വിളിച്ചതാണ്, ലീഗ് തിരുവമ്പാടി സീറ്റ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞതാണ്. ആ ചർച്ച എങ്ങും എത്തിയിട്ടില്ല. അതും പിന്നാമ്പുറ ആയിട്ട് ചില കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഏതാണ് അനുകൂല സാഹചര്യമെന്ന് നോക്കും. ഇപ്പോഴും പറയാറായിട്ടില്ല. ജോസ് കെ മാണി വിലയിരുത്തുമ്പോൾ LDF വരുമോ എന്നുള്ള ഒരു ചിന്തയും ജോസിലുണ്ട്. LDF നന്നായിട്ട് സമ്മർദ്ദത്തിലാക്കുകയാണ്. ഈ സമ്മർദ്ദത്തിൽ CPM ഇപ്പോൾ വീഴുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അത് ജോസ് കെ മാണിയുടെ ഈ സമ്മർദ്ദത്തിലാക്കലും ബാർഗെയിനിങ് സ്വഭാവവും ഒക്കെ പിണറായിക്ക് നന്നായിട്ട് അറിയാം. പിണറായി അതുകൊണ്ടാണ് നേരത്തെ പാലയിൽ തന്നെ വെച്ചങ്ങ് ഒതുക്കിയിരുത്തിയത്. അത് നന്നായിട്ട് അറിയാവുന്നുള്ളത് കൊണ്ടാണ്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇനി 2026 കൊടിവച്ച കാറിൽ സഞ്ചരിച്ചിരിക്കണം. കരിങ്ങോഴക്കൽ തറവാട്ടിൽ കൊടിവച്ച കാറ് ചെല്ലും. അങ്ങനെയുള്ള കണക്ക് കൂട്ടലിലും പിന്നെ ദൃഢപ്രതിജ്ഞയോടും കൂടിയാണ് ജോസ് കെ മാണി നിൽക്കുന്നത്. അപ്പോൾ ജോസ് കെ മാണി തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒക്കെ സീറ്റ് കൂടുതൽ ചോദിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കൂടുതൽ ചോദിക്കും. അതൊക്കെ വരും. ഇപ്പോൾ ഇവിടെ LDFിലേക്ക് വന്ന സമയത്ത് CPI ആദ്യം എതിർത്തതാണ്. ഈ ഘടകകക്ഷി ജോസ് കെ മാണി വിഭാഗത്തിനെയും കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ. ജോസ് കെ മാണി വിഭാഗത്തിനെ സംബന്ധിച്ച്, കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നണി മാറുക എന്ന് പറയുന്നത് അവർക്കൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. അവർക്ക് അത്രയും തൊലിക്കട്ടിയുണ്ട്. മാറണമെങ്കിൽ മാറും എന്നുള്ളതാണ്. അധികാരം വേണം എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്. അപ്പോൾ ഈ കടുത്തുരുത്തിയിലാണെന്നുണ്ടെങ്കിൽ അല്പം കടുപ്പമാകും അവിടുത്തെ മത്സരവും. ജോസ് കെ മാണി പക്ഷേ CPM നിന്നുകൊണ്ട് ഇത് ബാർഗെയിൻ ചെയ്ത് അവിടെ വാങ്ങിച്ച് അവിടെ കടുത്ത മത്സരം, പാലേക്കാൾ തനിക്ക് വിജയസാധ്യത കാണുന്നത് കൊണ്ടാണ്. ഇനി ഒരിക്കൽ കൂടി ജോസ് കെ മാണി തോറ്റു കഴിഞ്ഞാൽ തീർന്നു കാര്യങ്ങൾ. ജോസ് കെ മാണിയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ, പണ്ട് KM മാണിയാണെന്ന് പറയുന്ന പോലെ ഇപ്പോൾ ജോസ് കെ മാണിയാണ്. പക്ഷേ ജോസിന് ജയിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഇടതു മുന്നണിക്ക് ഒരു പുതിയ ഒരു തന്ത്രമാണ് ജോസ് കെ മാണി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ തന്ത്രം ഇവരെത്രത്തോളം അംഗീകരിക്കും എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ ജോസ് കെ മാണി വിഭാഗത്തിനെ പോകാതെ നിർത്താൻ LDF ശ്രമിക്കും. കാരണം LDFന് പലതരത്തിലും ശോഷണം സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്ന സ്ഥിതിക്ക് ഘടകകക്ഷികളിൽ പ്രധാനിയാണ് ജോസ് കെ മാണി വിഭാഗം. മറ്റൊന്ന് CPI ആണ്. പിന്നെ RJD NCP ഇവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ മിക്കവാറും CPM അങ്ങ് വിഴുങ്ങാനുള്ള സാധ്യതയും ഉണ്ട്. CPIയെ വിഴുങ്ങത്തില്ല. ഇപ്പോൾ ജോസ് കെ മാണി കേരള കോൺഗ്രസിന് അങ്ങനെ വിഴുങ്ങത്തില്ല. അപ്പോൾ ഒരുപക്ഷെ ഈ ഒറ്റയാൾ പട്ടാളങ്ങളായിട്ട് നിൽക്കുന്ന ചില ഘടകകക്ഷികളെ ഉണ്ട്. ആ ഘടകകക്ഷികളിൽ നിന്ന് ഈ സീറ്റ് പിടിച്ചെടുക്കും. ഉദാഹരണത്തിന് ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജു ഒരു സീറ്റേ ഉള്ളൂ. അതൊന്നും ആന്റണി രാജുവിന് ഇനിയും കൊടുക്കത്തില്ല. പിന്നെ കടന്നപ്പള്ളി രാമേന്ദ്രൻ, അദ്ദേഹത്തിന് പ്രായമായി, ഇനിയും മത്സരിക്കത്തില്ല. അതൊക്കെ CPM പിടിച്ചെടുക്കും. അപ്പോൾ കേരള കോൺഗ്രസിന് കൊടുക്കാം. കൂടുതൽ സീറ്റ് ചോദിക്കും. ആ സീറ്റിന് വഴങ്ങേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്? ഭരണം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ ക്രൈസ്തവരെ, സെൻട്രൽ ട്രാവൻകൂറിലെ ക്രൈസ്തവരെ ഒന്ന് ചേർത്ത് നിർത്തി പിന്നെ കൂടുതൽ വോട്ട് നേടിയെടുക്കാനുള്ള ശ്രമമാണ് LDF നടത്തുന്നത്. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ജോസ് കെ മാണി ബാർഗെയിനിങ് തുടങ്ങി എന്നുള്ളതാണ്. ഈ ബാർഗെയിനിങ് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. UDFനകത്ത് ഇതുപോലെ ബാർഗെയിനിങ് നടത്തിയിരുന്നതാണ്. ഈ പറഞ്ഞ മലയോര കർഷകരുടെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സഭ അധ്യക്ഷന്മാരിൽ നിന്ന് കുറച്ച് ഇത് ജോസ് കെ മാണി നേരിടുന്നുണ്ട്. അപ്പം നമുക്ക് റോഷി ഈ പറഞ്ഞോണം ജോസ് കെ മാണി UDFിലേക്ക് വരുമോ വരില്ലേ എന്നുള്ള രണ്ടാമത്തെ, പക്ഷേ സഭയിൽ നിന്നുള്ള ആ ഒരു അമർഷം അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധം മാണി വിഭാഗത്തെ സാരമായി ബാധിക്കില്ലേ? അല്ല, പിന്നെ ഇവർക്ക് അതൃപ്തിയുണ്ട് സഭയ്ക്ക്. കാരണം ഇത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്, ഈ വനം വന്യജീവി പ്രശ്നം എന്ന് പറയുന്നത്. മലയോര കർഷകർക്ക് വേണ്ടതായിട്ടുള്ള തരത്തിലുള്ള പരിഗണനയൊന്നും വേണ്ട തരത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ബിഷപ്പുമാർക്കും സഭയ്ക്കും ക്രൈസ്തവ വിഭാഗത്തിനും ധാരാളം ക്രൈസ്തവർ ഈ ഇത്തരത്തിലുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട് കഴിയുന്നുണ്ട്. അവരതൃപ്തരാണ്. കേരള കോൺഗ്രസിൽ നല്ല പങ്കും ക്രൈസ്തവരാണുള്ളത്. നായന്മാരും ഒക്കെ ഉണ്ട്. പക്ഷെ ക്രൈസ്തവർക്കാണ് മുൻതൂക്കം എന്നുള്ളത് ഓർക്കണം. അപ്പോൾ എന്തായാലും
ജോസ് കെ മാണിയുടെ നിലപാട് ഇനിയിപ്പോൾ അങ്ങോട്ട് ശക്തമായി മാറും.